നല്ല വേവുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലിട്ടേച്ച് ഞാൻ കുറച്ച് നേരം കുറച്ച് ഇതാക്കിയിട്ട് എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ അത് തക്കാളി ഒരെണ്ണം മട്ടു ഇഞ്ചിയും ഉള്ളിമുളി ചേർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടും കറി മസാല. ഇത് ഗരം മസാലയും കറുവപ്പട്ടയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് വെച്ചതാട്ടമ്മ. പിന്നെ ഇത് ചിക്കൻ മസാല പൊടിയല്ല അമ്മ, ചിക്കൻ മസാല പൊടി. കൂന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല വേവിച്ചു. നല്ല വേവുള്ളതാണ് അല്ല അമ്മ? വേവില്ലേ കൂന്നെ? കൂന്നെ നല്ല വേവുണ്ട്. ഇനി അതിൽ കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ഉരുളൻകിഴങ്ങ് ഇടുന്നുള്ളൂ. ഉരുളൻകിഴങ്ങ് ഇട്ടോ? ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സബോള വഴറ്റിയിട്ട് അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. എടുത്ത് കോരി വയ്ക്കുക ചെയ്ത്. അതിൽ ഇതാ വേണ്ട, നമ്മുടെ സ്പെഷ്യൽ കറിയാണ് നമ്മുടെ. അമ്മ എന്തൊക്കെ ചേർക്കണ്? ഇഞ്ചിയും വെളുത്തുള്ളിയും കറുവപ്പട്ടയും ഇല്ലേ? പിന്നെ അമ്മ എന്താ ഇടണ? ചിക്കൻ മസാല പൊടിയാണ്. അങ്ങനെ അമ്മതാ മുളക് പൊടി മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. അമ്മ ഉപ്പിട്ടില്ലേ? നമ്മ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു. സബോള വഴറ്റി വാങ്ങി വെച്ചിട്ട് കേട്ടോ. അമ്മ തന്നെ ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ. കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചു കേട്ടോ. തുള്ളി വെള്ളം കൂടി അതിൽ ഒഴിച്ചു. കൂനും ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്തെണ്ണം. ഉപ്പില്ലേ അമ്മ? അമ്മ വഴറ്റിയിട്ട് വെച്ചിരുന്ന ഉള്ളി അത് അതിലേക്ക് ഇടുക കേട്ടോ. അല്ലേ ഇനി അത് ഇളക്കാണ്. അപ്പം അതമ്മ സബോളയൊക്കെ അതിൽ വഴറ്റിയത് ഇട്ടു. ആദ്യം ഈ പറമ്പ് കൂടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഇടിവെട്ടൽ കഴിഞ്ഞ പറമ്പ് കൂടെ നിറച്ച് കൂനുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ച കൂനാണ് കേട്ടോ. നമ്മുടെ റോസ്റ്റാണ്, കൂന് റോസ്റ്റാണിത്. സബോള, ഉരുളൻകിഴങ്ങ്, തക്കാളി, പിന്നെ കൂന്, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഇറച്ചി വെപ്പ് പോലെ വെച്ച് അമ്മ കൂന് വയ്ക്കാൻ അമ്മ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം നമ്മുടെ കൂൺകറി റെഡി. അപ്പോൾ പറയാമ്മ, അമ്മ പറഞ്ഞേ കൂൺകറി റെഡി ആയി എന്ന് പറഞ്ഞേ. കൂൺകറി റെഡിയായി. അപ്പോൾ എൻ്റെ അമ്മയുടെ കൂൺകറി റെഡിയായി.